വളരെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അല്പസമയം മുമ്പ് ഇവിടെ പോളിംഗ് ആരംഭിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 234 നിയമസഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. ഒറ്റഘട്ടമായ തെരഞ്ഞെടുപ്പ്. 5,73,00,000 വോട്ടർമാർ ഇന്ന് ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ടി.വി.കെയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണിയുടെ ഉദയം, അവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ള ഇരു മുന്നണികളുടെയും ആശങ്കയൊക്കെ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബംഗാളിലെ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1478 സ്ഥാനാർത്ഥികൾ ഇവിടെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. ഇപ്പോൾ പി ചിദംബരം, കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഖുശ്ബു, ബി.ജെ.പി നേതാവ് നടി ഖുശ്ബു വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. രാവിലെ തന്നെ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കെ പി അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, തമിഴ്നാട്ടിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മൂന്നാം മുന്നണിയുടെ ടി.വി.കെയുടെ ഉദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. അവർ കറുത്ത കുതിരകളാകും. ആരുടെ വോട്ട് അവർ കൊണ്ടുപോകും എന്നതനുസരിച്ചിരിക്കും ഇത്തവണ അവിടുത്തെ രാഷ്ട്രീയ ചിത്രം. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എന്നതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 234 മണ്ഡലങ്ങളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്യും. 4023 സ്ഥാനാർത്ഥികൾ ആണ് ഈ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് 443 വനിതകൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത് എന്നതാണ്. കാരണം 5.7 കോടി വോട്ടർമാരിൽ 2.93 കോടി വോട്ടർമാരും വനിതകളാണ് എന്നിരിക്കെയാണ് ഈ വനിതാ സംവരണ ബില്ലടക്കം ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ആ വിഷയത്തിലടക്കം DMK പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലും മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിന് എതിരെയുമൊക്കെ വലിയ പ്രതിഷേധമാണ് DMK ഉയർത്തിയത്. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പാർലമെന്റിൽ DMKയുടെ MP-മാർ എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 75,000-ലധികം ബൂത്തുകൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. 75,064 ബൂത്തുകളിൽ 5,949 ബൂത്തുകൾ പ്രശ്നബാധിതം എന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും 300 കമ്പനി കേന്ദ്രസേനയെയും അതോടൊപ്പം തന്നെ 1.2 ലക്ഷം തമിഴ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പതിറ്റാണ്ടുകളായി അവിടെ DMK സഖ്യവും അതോടൊപ്പം തന്നെ AIADMK സഖ്യവും നേർക്കുനേർ പോരാടുന്ന ഒരു രാഷ്ട്രീയ ഇന്നലകൾ ആണ് ഉള്ളത്. അവിടെയാണ് ടി.വി.കെയുടെ ഉദയം. അതായത് സൂപ്പർ താരം വിജയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ ഈ തവണ മത്സരരംഗത്തേക്ക് വരുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, ടി.വി.കെയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ആണ് പങ്കെടുത്തിരുന്നത് എന്നതാണ്. ഒപ്പം ചില സർവേകളിൽ എങ്കിലും ടി.വി.കെക്ക് വലിയൊരു ശതമാനം വോട്ട് വിഹിതം നേടാൻ സാധിക്കും. ഒരു പുതിയ പാർട്ടി എന്നതിൻ്റെ ഭാരാരിഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് ടി.വി.കെക്ക് പോകാൻ സാധിക്കും എന്ന വിലയിരുത്തലുണ്ട്. 234 സീറ്റുകളിലും ടി.വി.കെ ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഒരു വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ മെജോറിറ്റി നേടുന്ന തരത്തിലേക്ക് ടി.വി.കെ എത്തില്ല. വിജയ് എന്ന സൂപ്പർ താരത്തിന് ലഭിക്കുന്ന ഒരു ആൾക്കൂട്ട പിന്തുണ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചേക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ചില കൗതുകരമാകുന്ന കണക്കുകൾ എടുത്തു നോക്കേണ്ടതാണ് രഞ്ജിത്ത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ DMK 133 സീറ്റുകൾ നേടിയെങ്കിലും 38% വോട്ടാണ് DMKക്ക് ലഭിച്ചത് എന്നതാണ്. അതേസമയം 66 സീറ്റുകൾ മാത്രം ലഭിച്ച AIADMKക്ക് 33% വോട്ടുകൾ ലഭിച്ചു. അതായത് കേവലം 5% വോട്ടുകളുടെ വ്യത്യാസത്തിൽ ആണ് ഇത്രയും വലിയൊരു മെജോറിറ്റി DMKക്ക് ലഭിച്ചത് എന്നതാണ്. അവിടെയാണ് ടി.വി.കെ എന്ന മൂന്നാം മുന്നണി ഇത്തവണ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്നത്. ആരെ തുണയ്ക്കും എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ടി.വി.കെ കുറഞ്ഞത് കൂടിയാൽ 20% വരെ വോട്ടുകൾ നേടിയേക്കാം എന്നതാണ് പൊതുവിൽ ഒരു നിരീക്ഷണം. അങ്ങനെയെങ്കിൽ ടി.വി.കെ പിടിക്കുന്ന വോട്ടുകൾ അത് ഏത് പോക്കറ്റുകളിൽ നിന്ന് ആയിരിക്കും നഷ്ടമാവുക? അത് DMK അക്കൗണ്ടിൽ നിന്നാണോ AIADMK അക്കൗണ്ടിൽ നിന്നാണോ എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇത്തവണ AIADMKയും അതോടൊപ്പം തന്നെ DMKയും
ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വ്യത്യാസമാണ്. 20% വോട്ട് DMK പിടിച്ചാൽ ഏറ്റവും പുതിയ സർവേകൾ അത്തരം ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് DMKയുടെ വോട്ടുകളാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അഭിലാഷ്, ഒപ്പം